തിരുവനന്തപുരം കണ്ടംകുളം പഞ്ചായത്ത് പുത്തൻതോപ്പ് സൗത്തിലെ പഴയ 14-ാം വാർഡ്, ഇപ്പോഴത്തെ 16-ാം വാർഡാണ്. ഇവിടെ ജസ്റ്റിൻ എന്നൊരു ചേട്ടനുണ്ട്, 48-ാം വയസ്സിൽ. ഇപ്പോൾ ചേട്ടൻ 62 വയസ്സായി. ഏകദേശം 14 വർഷമായി ഈ മുറിയിൽ തന്നെ കിടപ്പ് രോഗിയുണ്ട് ജസ്റ്റിൻ ചേട്ടൻ. ആ ചേട്ടൻ ഇപ്പോൾ ഞങ്ങളെ വിളിച്ചത് സഹായത്തിനോ മറ്റോ ഒന്നുമല്ല വിളിച്ചത്. ചേട്ടൻ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 വർഷം കൂടുമ്പോൾ ഈ ജനപ്രതിനിധികളാവാൻ മത്സരിക്കുന്നവർ വന്ന് കാണുന്നതല്ലാതെ ഏതൊരു വിധത്തിലുള്ള സഹായവും ഒന്നും ഇദ്ദേഹത്തിന് പഞ്ചായത്ത് ലഭിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 200 മീറ്റർ ഇടുങ്ങിയ വഴി കൂടിയാണ് വരാനുള്ളത്. അത് നടന്നു വരാനും തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രോഗിയായി ചേട്ടൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം കൂടി ആലോചിക്കുക. ഈ മുറിയുടെ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും കഠിനംകുളം പഞ്ചായത്തിൽ ഭരിക്കുന്നുണ്ട് മാറി മാറി. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളോ ഒരു മനുഷ്യരും ഇവിടെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു റോഡെന്ന് വെച്ചാൽ ഞാനൊരു ആശുപത്രി പേഷ്യൻ്റാണ്. മാസം തോറും എനിക്ക് ആശുപത്രിയിൽ പോകണം. കാരണം ഇവിടെ നിന്ന് എങ്ങനെ സ്ട്രെച്ചറിലാണ്, ആംബുലൻസ് റോട്ടിൽ നിൽക്കും. ഇവിടെ നിന്ന് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് എന്നെ കൊണ്ട് അവിടെ കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാനായിട്ട് ആശുപത്രി ആംബുലൻസിൽ കയറ്റണമെങ്കിൽ 6 ആളിൻ്റെ സഹായം വേണം. കാരണം ഒരു വഴി പോലും ഇല്ലാതെ കിടക്കുകയാണ് ഇവിടെ. ഈ തീരദേശ റോഡെന്ന് പറയുമ്പോഴത്തേക്കും സെൻറ്റ് ആൻഡ്രൂസ് ഞങ്ങളുടെ അടുത്ത സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അതിര് വരെ വന്ന് നിൽക്കുകയാണ്. ഈ വാർഡിലോട്ട് 16-ാം വാർഡിൻ്റെ തലപ്പത്ത് വന്ന് നിൽക്കുകയാണ്. ആ വാർഡിൽ നിന്നും ഈ വാർഡിൻ്റെ കുറച്ച് ഒരു 200 മീറ്ററോടെ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ ആ റോഡ് ഇവിടെ നിന്ന് വന്ന് എനിക്ക് ആശുപത്രിയിൽ പോകേണ്ട സംവിധാനം ഒരുക്കി തരാമായിരുന്നു. പക്ഷേ ഇവരാരും ചെയ്യുന്നില്ല. മാത്രമല്ല എന്നെപ്പോലെ തൊട്ടപ്പുറത്ത് ഒരു 2-3 അമ്മച്ചിമാർ കിടപ്പുണ്ട്. ഇവർക്ക് പോലും ആശുപത്രിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ തന്നെ കിടക്കുകയാണ്. കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം അവർക്കും വഴിയില്ല. എൻ്റെ മാത്രമല്ല ഈ ഒരു പ്രശ്നം, എൻ്റെ വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല. ഈ പറയുന്ന ജസ്റ്റിൻ ചേട്ടന് ഈ മത്സ്യബന്ധനത്തിൽ പോകുന്ന വഴിക്ക് അവിടെ വെച്ചൊരു ആക്സിഡൻറ്റിൽ ഇഞ്ചേർഡായി സ്പൈനൽ കോഡ് വിഷയമായി കടന്നു പോയതാണ്. കടലിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ആക്സിഡൻറ്റ് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീഴ്ച വന്നതാണ് കടലിൽ വെച്ചേക്ക്. കാരണം നല്ലൊരു കടൽ ജോലിക്കാരനായിരുന്നു. പക്ഷേ പ്രവാസിയായിട്ട് പുറത്തു പോയി നമ്മുടെ അവിടുത്തെ പ്രയാസങ്ങൾ കണ്ട് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഞാൻ തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് MRI ചെയ്തപ്പോഴത്തേക്കും സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറിക്ക് തന്നെ നല്ല ഭീമമായ തുകയായി കഴിഞ്ഞ് കടവും കടത്തിൻ്റെ പുറത്തും കിടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാൻ പോലും ഒരു വഴിയില്ലാതെ മാനസികമായിട്ട് വിഷമിച്ച് തകർന്ന് കിടക്കുന്ന ഈ മനുഷ്യനെ ആരാണ് നോക്കുന്നത്?